ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നാളെ നടക്കും. ഭക്തിയും ആചാരപ്പെരുമയും രുചി വൈവിധ്യവും ഒരുമിക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിലും സമൂഹ സദ്യയിലും 1,00,000-ഓളം പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. തിരുവാറന്മുളയപ്പന് തിരുമുറ്റത്ത് കണ്ണന്റെ പിറന്നാൾ സദ്യയുണ്ണാൻ 52 പള്ളിയോടക്കരകളിൽ നിന്നും ആയിരങ്ങളാണ് എത്തുക. 350 പറ അരിയുടെ പിറന്നാൾ സദ്യയാണ് അഷ്ടമിരോഹിണി സദ്യയ്ക്കായി ഒരുങ്ങുന്നത്. പള്ളിയോടക്കരകളിൽ നിന്ന് വിഭവങ്ങൾ സമാഹരിച്ചാണ് സദ്യ ഒരുക്കുന്നത്. ക്ഷേത്രമതിലകത്തും പുറത്തുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് തയ്യാറാകുന്നത്. തിരുവാറന്മുള ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കുകയാണ്. ഭഗവാന്റെ ജന്മനാളായ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്രത്തിലും പുറത്തുമായിട്ട് ഏതാണ്ട് 50,000 ആളുകൾക്കോളം വള്ളസദ്യ നൽകുന്നതിനാണ് പദ്ധതിയിട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ ഏതാണ്ട് 40,000 ആളുകൾക്കുള്ള ആഹാരമാണ് ഉണ്ടാക്കുന്നത്. 350 പറ അരി അവിടെ പാചകം ചെയ്യുന്ന പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 100ഓളം പാചകക്കാരവിടെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറികളും അതിനുവേണ്ട മറ്റു സാധനങ്ങളും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. കൂടാതെ അമ്പലപ്പുഴ പാൽപ്പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് നടക്കുന്നത്. അത് 2 ഭാഗങ്ങളിലായിട്ട് നടക്കുന്നു. പള്ളിയോടങ്ങളിൽ വരുന്ന കരക്കാർക്ക് ഒരു ഭാഗത്തും അല്ലാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഹാളിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിളമ്പുന്നതിനും 100 കണക്കിന് ആൾക്കാരെ ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ പാചകപ്പുരകളിലായി വിഭവങ്ങൾ തയ്യാറായി തുടങ്ങി. പള്ളിയോടക്കരകളിൽ നിന്നല്ലാതെ എത്തുന്ന ഭക്തർക്കായി സമൂഹ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷം കൊടിമരച്ചൂട്ടിൽ ഭഗവാനായി തൂശനിലയിൽ വിഭവങ്ങൾ വിളമ്പുന്നതോടെയാണ് പിറന്നാൾ സദ്യയ്ക്ക് തുടക്കമാകുന്നത്. പിറന്നാൾ സദ്യ ഉണ്ണാൻ ഭക്തർക്കൊപ്പം ആറന്മുളയപ്പനും എത്തുന്നുവെന്നാണ് സങ്കല്പം. ജനം, പത്തനംതിട്ട.